വൈകി ചോറ് പോലും തിന്നാൻ പറ്റിയില്ല എന്ന് ഇപ്പൊ പറഞ്ഞാലേ ഉള്ളൂ. രാവിലെ അല്ലേ ഞാൻ ഉച്ചക്ക് ചോദിച്ചല്ല അത് മതി. ചോദിച്ചിട്ട് തിന്നിട്ടോ അമ്മേ. അമ്മ ബാത്റൂമിലില്ലേ ഡിസൈൻ വരച്ചു വെച്ചേക്കുന്നു. ഇവിടെ പോയി നോക്കാൻ ഡിസൈൻ ടൈലൊട്ടിക്കാൻ ടൈലൊട്ടിക്കണ്ടേ അതിന് നല്ല രസമാണ്. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുളക് ഉണക്കിയതിന്റെ ക്രെഡിറ്റ് എന്തോ അമ്മ എടുക്കുന്നത്. ഞാൻ ഇന്നത്തെ രാവിലെ ഇന്നലെയൊക്കെ വെയിലത്ത് വെച്ചു. ഇന്നലെ മോൻകുട്ടിയോട് ഞാൻ പറഞ്ഞിട്ട് പോയി, കാരണം ഞാൻ മറന്നുപോയി. വീടൊക്കെ പൂട്ടി അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞു. ഓർത്ത പിന്നെ എനിക്ക് ഇറങ്ങി വരാൻ വയ്യാത്തോണ്ട് ഇന്ന് പിന്നെ രാവിലെ ഞാൻ പറഞ്ഞെടുത്തു വെക്കാൻ എടുത്തു വെച്ചു. എന്റെ ക്രെഡിറ്റ് ഞാൻ എടുത്തു. എന്തൊരു ഉഷ്ണമാ. കുളിച്ചേച്ചിറങ്ങ. പിന്നെ ഇന്നത്തെ എന്താണ് ഇന്ന് പകലത്തെ വിശേഷങ്ങളെന്ന് പറയാൻ പ്രത്യേകമായിട്ട് ഒന്നുമില്ല. പിന്നെ ഇന്നും നമ്മുടെ പ്രിയപ്പെട്ട വീഡിയോ കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ വന്ന് എന്നെ കാണാൻ കേട്ടോ. ഉളനാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വന്നത്. അപ്പം വന്ന് കണ്ടു മിണ്ടിയിട്ടൊക്കെ പോയി. ഒരുപാട് സ്നേഹം. മോളും ഉണ്ടായിരുന്നു, അമ്മയും മോളും കൂടിയാണ് വന്നത്. പിന്നെ ഇത് അജയനം തന്ന കേട്ടോ. 2 കൊണ്ട് തന്നു. അജയന് ആരോ കൊടുത്തോ, ഗിഫ്റ്റ് കൊടുത്തോ മാങ്ങ. ഒരെണ്ണം അവിടെ വെച്ച് പൂളി കഴിച്ചു. ഇതൊരെണ്ണം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയിരുന്നു. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് മാത്രമേ മേടിച്ചുള്ളൂ. പിന്നെ ഞാൻ അലങ്കാറിൽ പോയത് ബ്ലാക്ക് മെറ്റലിൻ്റെ മോതിരം ഇടാനൊരു ആഗ്രഹം, അത് വാങ്ങിക്കാൻ പോയത് കേട്ടോ. അത് വാങ്ങിച്ചു. പക്ഷെ ഒരുപാട് വലിയ വെറൈറ്റി ആയിട്ടുള്ള കളറുകളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇത് വാങ്ങിക്കാൻ കയറിയപ്പോൾ ഒരാഗ്രഹം തോന്നി, ഇത് വാങ്ങിച്ചു. എന്നിട്ട് വളമുണ്ട്, എനിക്ക് ഇഷ്ടമെടുത്ത് വയ്യ. 22 രൂപ ഈ വളക്കെ. ഈ മുല്ലമൊട്ട് കോർത്ത് വെച്ചേക്കത്തില്ല, അതേപോലെ നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കമ്മലും മേടിച്ച് കണ്ടു. ഇതൊക്കെ മേടിച്ചുകൊണ്ട് ഇനി പോരുന്നു. ഞാൻ ചെരുപ്പ് മേടിക്കാൻ കയറി, ചെരുപ്പ് കാണിച്ചില്ലത്. എങ്ങനെയുണ്ട്? മറ്റേ ചാർജില്ല. ഇഷ്ടപ്പെട്ടോ ചെരുപ്പ്? അത് വല്ല ചാർജില്ല അതിനകത്ത്. ഇഷ്ടപ്പെട്ടോ? കൊള്ളാമോ? എനിക്ക് ഈ ഒരുപാട് ഹീലൊന്നും ഇട്ടത്തില്ല. ഹീൽ ഇട്ടിട്ടുണ്ട് പണ്ടൊക്കെ. പിന്നെ എനിക്ക് നടുവേദനയൊക്കെ ആയ ആ സമയത്ത് തന്നെ ഞാൻ ഹീൽ ഒഴിവാക്കി. ഇപ്പം എനിക്ക് വർഷങ്ങളായിട്ട് നമ്മളിതേൽ ഫ്ലാറ്റായിട്ടുള്ള ചെരുപ്പാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നും ഡെയിലി നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്നുണ്ട്, അത് പെട്ടെന്ന് അങ്ങ് അഴുക്കാവും ചെരുപ്പൊക്കെ മേടിക്കുക. അപ്പോൾ പുറത്ത് നമ്മളല്ലാതെ എവിടെയെങ്കിലും എന്തിനേലും ഒക്കെ എങ്ങോട്ടെങ്കിലും പോകാൻ നേരത്ത് വൃത്തിയുള്ള ചെരുപ്പ് ഇട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു മനോവിന്യാസം. അപ്പോൾ ഇതൊന്നും ചിലപ്പോൾ തേച്ച് കഴുകാനൊന്നും പറ്റത്തില്ല. അപ്പം നല്ല ഒരെണ്ണം ഉണ്ടെന്നുണ്ട് നമുക്ക് എന്തോ പ്രത്യേകിച്ച് പള്ളിയിലൊക്കെ പോകുമ്പോൾ വൃത്തിയുള്ളത് ഇട്ടുകൊണ്ട് പോകാം. ചെരുപ്പൊന്നും തേച്ച് കഴുകാനൊന്നും നമുക്ക് സമയം കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഡെയിലി കൊണ്ടുപോകുന്നത് ഞായറാഴ്ച എങ്ങാണമാണ് ഞാൻ കഴുകി വെക്കാറുള്ളത്. അതുകൊണ്ടാണ് ഇതൊരെണ്ണം മേടിച്ചത്. പിന്നെ അടുക്കളയിൽ നിന്ന് ചോറിരിപ്പുണ്ട്, ഒരു കപ്പയുണ്ട്. ആ കപ്പ വെച്ച് ഞാനൊരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോവാണ്. എന്ന് വെച്ചാൽ കുറേ നാളായിട്ട് വീഡിയോസൊക്കെ കാണുന്ന ഏതാണ്ടൊരു വിഭവം, അതിൻ്റെ പേര് ഞാൻ മറന്നു. അത് ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് അത് ഉണ്ടാക്കാൻ നേരത്ത് പറയാം കേട്ടോ. ഒരു കുഞ്ഞി കപ്പയേ ഉള്ളൂ. അത് ഞാൻ പരീക്ഷണമായതുകൊണ്ട് അത് വെച്ച് നോക്കാം. എന്നിട്ട് അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നമുക്ക് പിന്നെ എപ്പോഴേലൊക്കെ ഇച്ചിരി ഏറെ വാങ്ങിച്ച് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ട് കുളിച്ച് ജപിച്ച് വരാം കേട്ടോ. കുളിയും ജപമൊക്കെ കഴിഞ്ഞു. ഒരു കുഞ്ഞി കപ്പ കിട്ടി. അതുകൊണ്ട് നമ്മൾ പരീക്ഷണം നടത്തിയിട്ട് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ദിവസം കുറച്ച് കപ്പ വാങ്ങി വിശദമായിട്ട് ഉണ്ടാക്കാം കേട്ടോ.
ഞാനിത് ഒന്ന് പൊളിച്ച് നോക്കട്ടെ. മോനിക്കുട്ടിന് ഇഷ്ടപ്പെടുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളിത് ആദ്യമായിട്ടുള്ള പരീക്ഷണമാണ്. നിങ്ങൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഒത്തിരി വീഡിയോ ഉണ്ട്. ഇതിൻ്റെ പേര് ഫൂഫു, കസാവ ഫൂഫു എന്നാട്ടോ. ഇത് ആഫ്രിക്കയിലെ ഡിഷാണ്. അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്. നമുക്കിത് പൊളിച്ച് നുറുക്കി മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഒരു പരിപാടികളുണ്ട്. അതോടെ ഇതിൻ്റെ പരിപാടി കഴിയും കേട്ടോ. ഇച്ചിരിയും പണിയേ ഉള്ളൂ. പക്ഷെ അത് ഇച്ചിരി പണിയുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം നമ്മൾ അടുത്ത വെച്ചൊന്ന് സിമ്മിൽ വെച്ചൊന്ന് റെഡിയാക്കണം. അതാണ് ഇതിൻ്റെ പരുവം കേട്ടോ. ഇഷ്ടപ്പെടുന്നെങ്കിൽ നമുക്കൊരു ദിവസം 1 കിലോ കപ്പ വാങ്ങി നമുക്ക് ഉണ്ടാക്കാം. ഇത് ഇന്നലെ മാമിക്ക് വാങ്ങിച്ച കപ്പയുടെ ഒരു കഷ്ണം എൻ്റെ ബാഗിനകത്ത് കിടന്നതാണ് കേട്ടോ. ഇത് ഇന്നലെ കുഞ്ഞു കപ്പ മേടിച്ചില്ലേ, അപ്പോൾ അറിയാതെ ഈ കവറിനകത്തൊരു കുഞ്ഞിക്കപ്പ കിടന്നതാണ്. ഞാൻ പച്ചക്കറി മേടിച്ചായിരുന്നു, അപ്പോൾ എല്ലാം കൂടി കിടന്ന് ഒന്നിച്ച് ആയിപ്പോയി. ഇടി മുഴങ്ങുന്നുണ്ട്, പക്ഷെ പെയ്തില്ല. വലിയ പെയ്യരുതേ എന്നാണ് കുറച്ച് ദിവസത്തേക്ക്. കാരണം നമ്മുടെ വീടിൻ്റെ വെളിവശമൊക്കെ തേക്കുക കേട്ടോ. അവിടെ കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. എങ്ങനെയെങ്കിലും ഈ ഒരു മാസത്തിനുള്ളിൽ വീട് മാറണം എന്ന ആഗ്രഹമുണ്ട്. പിന്നെ ഒന്ന് കഴുകിക്കൊണ്ട് വന്നു. ഇനി ഇതൊന്ന് നുറുക്കാം. കുറേ ദിവസം കൊണ്ട് ഞാൻ ഓർക്കും ഇതൊന്നും ചെയ്ത് നോക്കണം. പിന്നെ ചിക്കൻ കറി ഉള്ളത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് നല്ല കോമ്പിനേഷനാണ്. ചില വീഡിയോസിൽ ചിക്കൻ കറിയാണ് കാണിക്കുന്നത്, ചിലവർ മീൻ കറി കൂട്ടിയും കഴിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ചിക്കൻ ഉണ്ട് ഇന്ന്. കഴുകി കുറച്ചേ ഉള്ളതുകൊണ്ട് ഞാൻ ഈ കുഞ്ഞു ജാറിനകത്ത് ഇടുക കേട്ടോ. ഇതിനകത്ത് ഇതിന് വേണ്ടുന്ന ഉപ്പും ഇച്ചിരി വെള്ളവും ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. ഉപ്പും അത് മതിയായിരിക്കും. വെള്ളം അരച്ചോണ്ട് വരട്ടെ. അങ്ങോട്ട് വെച്ചു. നമുക്ക് നമുക്കിതിനകത്തോട്ടങ്ങ് ഒഴിക്കാം കേട്ടോ. ഇത് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വെക്കണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. കുറച്ച് വെക്കണം കേട്ടോ. സൗണ്ട് ഇറിറ്റേഷൻ ഉണ്ടല്ലേ. ഇത് ഇങ്ങനെ വെന്ത് റെഡിയായി വരണം. അത് ഭയങ്കര പ്രശ്നക്കാരല്ല, ഭയങ്കര സൗണ്ട് ഇതിൻ്റെ ഇളക്കുമ്പോൾ. റെഡിയായി, ഇത്രേ ഉള്ളു. ഇനി നമ്മൾ കറി ഒഴിച്ചങ്ങോട്ട് കഴിക്കും. ഇതാണ് ഇതിൻ്റെ അവസ്ഥ കണ്ടോ. ഇത് ഫൂഫു.
അയ്യേ ഞാൻ കഴിച്ചോളാം. തരത്തില്ലേ? തരത്തില്ലേ? തിളപ്പിക്കാം. ചോറൊക്കെ വാർത്തിട്ട് 8 മണി ആവട്ടെ, നമുക്ക് ചോറ് വിളമ്പാം. പൂ കഴിക്കാം. കഴിച്ചിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷോർട്ട് വീഡിയോ ഇടാം. നമ്മളൊരു കിലോ കപ്പ വാങ്ങിച്ചുകൊണ്ട് വന്ന് നല്ല വിശാലമായിട്ട് ഉണ്ടാക്കി വിശാലമായിട്ട് നല്ല വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് എടുത്തിട്ട് ഞാൻ വീഡിയോ ഇടാം കേട്ടോ. തിളക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് സേവായി മറ്റേ ഫോണുമായിട്ട് വരാം കേട്ടോ. ഇതിന് ചാർജ് കുറവാണ്. കൈപൊള്ളി കിട്ടോ? വാ. ബ്രെഡോ? ചിക്കൻ ഉണ്ടോ? കാലുണ്ടോ? ഒരു കോഴിക്ക് 2 കാലല്ലേ ഉള്ളു. ഒരു കോഴിക്ക് 2 കാലല്ലേ ഉള്ളു. 2 കാല് മോനിക്കുട്ടിന് തന്നു. മതിയോ? കപ്പ വേണ്ടേ? മതിയോ? മതി. ചമ്മന്തി ഉണ്ട്, മാങ്ങാ ചമ്മന്തി. മതിയോ? ചാറ് വേണോ? നീ പൂ വിളമ്പി കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ടേസ്റ്റ് ഒക്കെ ഉണ്ട്, എന്നാലും എനിക്ക് നമ്മുടെ കപ്പ വേവിച്ചത് തന്നെ ഇഷ്ടം. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇത് ട്രൈ ചെയ്തിട്ടുള്ളവർ ഇഷ്ടപ്പെട്ടെന്നൊക്കെ ഒന്ന് കമൻ്റ് ഇടേ. ഞാൻ ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ട് ചോറ് വേണമെങ്കിൽ ഞാൻ ഇമ്മിനി എടുക്കും. ഇച്ചിരി മാങ്ങാ ചമ്മന്തി മോരുകറിയൊക്കെ ഉണ്ട്, അതൊക്കെ കൂട്ടി കഴിക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. നമ്മുടെ പൂ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയണം. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എൻ്റെ പ്രിയങ്ങളോടെല്ലാം സ്നേഹം അറിയിച്ചുകൊണ്ട് എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് ടാറ്റാ. ഓക്കെ, ബൈ, സീ യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.